പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം തൃശ്ശൂർ ജില്ലയിലെ തന്നെ പ്രമുഖ ഉത്സവങ്ങളിലൊന്നായ അരിമ്പൂർ കാവടി നടക്കുന്നതിനിടയിലൂടെ യാത്ര ചെയ്യേണ്ടി വന്ന ഒരു കുടുംബത്തിൻ്റെ അവരെടുത്ത ദൃശ്യങ്ങൾ അവസാനം അവർ പുറത്തിറങ്ങി എടുത്ത ദൃശ്യങ്ങൾ കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. അവരുടെ അനുഭവം കൂടി ഇതിലൂടെ പറയുന്നു. അതൊരു വാർത്തയാക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നു. അതിനാലാണ് ഇപ്പോൾ ഈ വാർത്ത നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ജില്ലയിലെ തന്നെ പ്രധാന ഉത്സവമായതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു നിയന്ത്രണം ഉണ്ടാകേണ്ടതാണ് എന്നതാണ് ആദ്യം പറയേണ്ട കാര്യം. രാത്രി 12 മണിക്ക് ശേഷമാണ് ഇതിലൂടെ പാസ് ചെയ്തത് എന്ന് പറയുമ്പോൾ ഈ റോഡിൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് നോക്കുക. രാത്രി 12 മണിക്ക് ശേഷം എവിടെ നിന്നൊക്കെയോ വന്ന് എങ്ങോട്ടൊക്കെയോ എത്താനുള്ള ഒരുപാട് ജനങ്ങൾ വാഹനത്തിൽ ഈ ബ്ലോക്ക് ഒന്ന് ഒഴിയുന്നതും കാത്തു കിടക്കുകയാണ്. KSRTC ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഈ പോയിന്റിൽ, ഈ അരിമ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് കിലോമീറ്ററുകളോളം നീണ്ടു കിടക്കുകയാണ്. ഇവിടെ ഒരു വണ്ടി തിരിച്ചുവിടാനോ കൃത്യമായി അരികിലേക്ക് ഒതുക്കി നിർത്തൂ എന്ന് പറയാനോ ഒരു പോലീസുകാരൻ്റെ തൊപ്പി പോലും കണ്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്നത് എന്ന് അവർ പറയുന്നു. കാരണം സാധാരണ ഒട്ടുമിക്ക പൂരങ്ങളും പള്ളിപ്പെരുന്നാളുകളും നടക്കുമ്പോൾ പോലീസുകാരവിടെ വണ്ടികളെ നിയന്ത്രിക്കാൻ കൃത്യമായിട്ടുണ്ടാകാറുണ്ട്. ഒരു സംശയവുമില്ല, നമ്മൾ കാണുന്നതാണ്. അവർ കൃത്യമായിട്ട് അവിടെ നിന്ന് വാഹനങ്ങളെ വഴിതിരിച്ചു വിടുകയും നീക്കി നിർത്തുകയും ഒക്കെ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പൂര കമ്മിറ്റികളിൽ വരുന്ന ആളുകൾ കൃത്യമായി വളണ്ടിയർമാർ അതിനെ നിയന്ത്രിച്ച് നിർത്താറുണ്ട്. എന്നാൽ ഈ ഒരു പ്രദേശത്ത്, അതും രാത്രി 12 മണിക്ക് ശേഷമാണെന്ന് ഓർക്കണം, അവിടെ സെൻട്രലിൽ മാത്രം 2-3 പേർ നിൽക്കുന്നത് ഒഴിച്ചാൽ റോഡ് മുഴുവൻ 1/4 ഭാഗത്തോളം കവർ ചെയ്ത് വാഹനങ്ങളെ കയറ്റിവിടാൻ പോലും സമ്മതിക്കാത്ത രീതിയിൽ എന്തിനാണ് ഇങ്ങനെ ഒരു ഉത്സവം നിങ്ങൾ നടത്തുന്നത് സുഹൃത്തുക്കളെ? അതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. എന്തിനാണ് ഇങ്ങനെയാണ് ഉത്സവം നടത്തേണ്ടത്? നിങ്ങൾ 100 പേർ ന്യായമായിട്ട് കമൻ്റായിട്ട് വരുന്നുണ്ടാവും, തെറി വിളിക്കുന്നുണ്ടാവും. അതൊക്കെ നിങ്ങളുടെ സംസ്കാരം. നമ്മൾ വാർത്താ ചാനലിൽ വാർത്തകൾ കൊടുക്കുക, അത് നമ്മുടെ രീതി, നമ്മുടെ ഡ്യൂട്ടി, അതാണ്. നമ്മൾ വാർത്ത കൊടുക്കും. കാരണം പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടൊരു പബ്ലിക്കായിട്ടൊരു കാര്യം നടത്തേണ്ട ആവശ്യമില്ല. ശരിക്കും പൊതുജനങ്ങളുടെ യാത്രാ തടസ്സമാണ് നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങളവിടെ വഴിതിരിച്ച് കൃത്യമായിട്ട് വിടുക, നിങ്ങൾ ഒരു ഭാഗത്തേക്ക് ഒതുങ്ങിപ്പോവുക, അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? എന്ത് ഉത്സവമാണെങ്കിലും ശരി, അവിടെ യാത്ര ആളുകൾക്ക് പോകാനുള്ള സുഗമമായി നടക്കണം. എന്നാൽ ഇവിടെ കണ്ടത് തിരിച്ചാണ്. ഇവിടെ ഒരുപാട് നേരം ബ്ലോക്കിൽ കിടന്ന ശേഷമാണ് വണ്ടികളൊക്കെ കുറച്ച് നേരം അനങ്ങി പോകുന്നത് കണ്ടത്. വളരെ ദുഃഖകരമായൊരു കാര്യമാണ് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഈ വീഡിയോ നമ്മളും കണ്ടപ്പോൾ നമുക്കും തോന്നി, ശരിയാണല്ലോ, ഈ 12 മണിക്ക് ശേഷം 12:30 സമയത്തൊക്കെ ഇങ്ങനെ ഒരു റോഡ് ബ്ലോക്കാക്കുക എങ്കിൽ പാതിരാത്രി സമയത്താണ് ആളുകൾ ഒരു തരത്തിൽ വീടെത്താൻ വേണ്ടി ഓടുന്ന സമയത്ത് ഇങ്ങനെയാണോ നമ്മൾ ചെയ്യേണ്ടത്? ഇങ്ങനെയാണോ ഒരു പൂരത്തിൻ്റെ കമ്മിറ്റിക്കാർ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ഇങ്ങനെയാണോ ഒരു ഉത്സവം നടത്തേണ്ടത്? വളരെ സങ്കടകരമായ കാര്യമാണ്. തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കാൻ കൂടി നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഒരു എമർജൻസിയുമായിട്ടൊരു വണ്ടി വന്നാൽ, അല്ലെങ്കിൽ ഒരു അത്യാഹിതത്തിൽ ചിലപ്പോൾ കിടക്കുന്ന വണ്ടിയിലുള്ള ആരെങ്കിലും ഉണ്ടായിരിക്കാം. ചിലപ്പോൾ അവർക്ക് പറയാൻ പേടിച്ചിട്ടായിരിക്കും അവർ മിണ്ടാതിരിക്കുന്നത്. പണ്ട് ജോർജ് ജോർജ് കൊച്ചിയിൽ ഇതുപോലെ ഇറങ്ങി സംസാരിച്ചപ്പോൾ ഉണ്ടായ അനുഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. പൊതുജനം, ആൾക്കൂട്ടം, ഇതുപോലുള്ള ആൾക്കൂട്ടം ചിലപ്പോൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യാന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് പലരും പേടിച്ച് മിണ്ടാതിരിക്കുന്നവരുണ്ടാവും. സ്ത്രീകൾ ഡ്രൈവ് ചെയ്യുന്നവരുണ്ടായിരുന്നു, സ്ത്രീകൾ ഒരുപാട് പേർ വാഹനങ്ങളിൽ ഉണ്ടായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. ഇവർ യാത്ര ചെയ്ത വണ്ടിയിലും ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. എന്നിട്ടാണ് ഇങ്ങനൊരു അനുഭവം ഉണ്ടായതെന്ന് പറയുമ്പോൾ അത്യന്തം ദുഃഖകരം തന്നെയാണ്. നമ്മുടെ കേരളത്തിൽ നമ്മൾ ഈ ഇത്രയും സ്വാതന്ത്ര്യവും ഇത്രയും ജനാധിപത്യവുമാണ് കേരളത്തിലെന്ന് പറഞ്ഞ് പ്രസംഗിക്കുമ്പോഴും ഇതൊന്നും എവിടെയും എത്തുന്നില്ല. ഇത്തരം പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിൽ ഇതൊന്നും ആകുന്നില്ല. ഇതൊക്കെ വെറും നോക്കുകുത്തികളായി പോകുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയേണ്ടി വരും. വെറും നോക്കുകുത്തികളായി നിൽക്കുമ്പോൾ ജനങ്ങൾ ഏറെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യവും വരും. തീർച്ചയായിട്ടും ഇത്തരം അനുഭവങ്ങൾ തുടർന്നും ഉണ്ടാകാതിരിക്കുക. എല്ലാം നടക്കണം. പൂരം ഗംഭീരമായി നടക്കണം, ഉത്സവം ഗംഭീരമായി നടക്കണം, പെരുന്നാൾ ഗംഭീരമായി നടക്കണം. അതേസമയം പൊതുജനങ്ങൾക്ക് വളരെ സുഗമമായ യാത്രാ സംവിധാനവും ഉണ്ടാകണം. ആരെയും തടസ്സപ്പെടുത്താൻ പാടില്ല. അതിനനുസരിച്ച് വേണം ക്രമീകരിക്കാൻ. അതാണ് ഏറ്റവും ബുദ്ധിമുട്ട് തോന്നിയത് എന്നിവർ പറയുന്നു. പോലീസുകാരെ പോലും കണ്ടില്ല എന്ന് പറയുമ്പോൾ എന്തായിരിക്കും നമ്മൾ ചിന്തിക്കേണ്ടത്? എന്താണ് നമ്മൾ ചിന്തിക്കേണ്ടത്? അവിടെ ഒരു പബ്ലിക്കിന് വേണ്ടി വിട്ടുകൊടുത്തു എന്നുള്ളതാണ്. എവിടെയും ഒരു പോലീസ് ജീപ്പ് എവിടെയോ ഒന്ന് പാസ് ചെയ്ത് പോയതുപോലെ തോന്നി എന്നുള്ളത് ഒഴിച്ചാൽ അവിടെ എവിടെയും ഒരു ഗതാഗത ക്രമീകരണം നടന്നതായി കണ്ടില്ല. അതാണ് സത്യം. ഒരിക്കലും കാവടിക്കെതിരെയോ ഉത്സവത്തിനെതിരെയോ ക്ഷേത്രത്തിനെതിരെയോ ഒന്നുമുള്ള പോസ്റ്റല്ല. ഇത് പൊതുവായിട്ടിടുന്ന പോസ്റ്റാണ്. നമ്മളും ഈ സംസ്കാരത്തിൽ പോകുന്നവരാണ്. ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വാർത്തകൾ എത്തിക്കാറുണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക്. അതിനാൽ ഇതൊരു പൊതുവായിട്ടുള്ള പോസ്റ്റ് മാത്രമാണ്. ജനങ്ങളെ യാത്ര ചെയ്യാൻ അനുവദിക്കുക, ജനങ്ങളുടെ തന്നെ പൂരവും നടത്തുക. ഇത് രണ്ടും ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? അത് മാത്രമാണ് ഈ വാർത്തയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്. തീർച്ചയായിട്ടും ഈ വാർത്ത പരമാവധി ഷെയർ ചെയ്യുക. ഇത്തരം സന്ദർഭങ്ങൾ ഇനിയും ഉണ്ടാകാതിരിക്കട്ടെ. താങ്ക്